ആള് പറഞ്ഞത് അയാൾക്ക് പെരുന്നാൾ സീസണിന്റെ സമയത്ത് അയാളെ പ്രൊഡക്റ്റിന് ഭയങ്കര സെയിലാണ്. അപ്പൊ ക്യാഷിന് ഭയങ്കര അത്യാവശ്യമുണ്ട്. അപ്പൊ കുറച്ച് ക്യാഷ് അയക്ക് മുടക്കി തന്നാല് ഈ പെരുന്നാളിന്റെ സീസൺ കഴിഞ്ഞാല് നിങ്ങളുടെ മുതലും അതിനുള്ള നിങ്ങളുടെ ലാഭത്തിന്റെ ഓഹരിയും തരും, രണ്ടും തിരിച്ചു തരും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഇതിൽ നമ്മൾ കൂടാൻ പറ്റുമോ? കാരണം അയാള് തിരിച്ചു വരുമ്പോ നമ്മൾ കൊടുത്ത മുതലും അതുവരെ നടന്ന ബിസിനസിന്റെ സെയിൽസ് അനുസരിച്ചുള്ള ഒരു ലാഭവിഹിതം തരാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതില് പെരുന്നാളിന്റെ സമയത്ത് അവർക്ക് ഇപ്പോൾ വസ്ത്രങ്ങളോ മറ്റൊക്കെ ആണെങ്കിൽ ഈ വ്യാപാരികൾക്ക് പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് കുറച്ച് കൂടുതൽ കച്ചവടം ഉണ്ടാവും. ഈ കൂടുതൽ കച്ചവടം ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് മുടക്ക് മുതൽ കൂടുതൽ ആവശ്യം വരും ഈ കച്ചവട വസ്തുക്കൾ വാങ്ങിക്കാൻ വേണ്ടി. അതിലേക്ക് നിക്ഷേപം നൽകിയിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭവും മുതലും അദ്ദേഹം തിരിച്ചറിയും. ഇത് അനുവദനീയാണോ? ഇത് വളരെ ഹലാലായ രൂപത്തിൽ നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് നമുക്ക് ഹലാലായ രൂപത്തിൽ ഈ ഒരു കച്ചവടം ചെയ്യാൻ പറ്റുക? നമ്മൾ നിശ്ചിതമായ ഒരു തുക ഇദ്ദേഹത്തിന് നൽകുന്നത് ആ സമയത്തുള്ള കച്ചവട വസ്തുക്കൾ വാങ്ങിക്കാനാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ മൊത്തം കച്ചവടത്തിലേക്ക് ഒരു പാർട്ട്ണർഷിപ്പ് ആയിട്ടല്ല ഇവിടെ തുക വാങ്ങിക്കുന്നത്. തുക വാങ്ങിക്കുന്നത് കച്ചവട വസ്തുക്കൾ വാങ്ങിക്കാനും അത് കച്ചവടം ചെയ്താൽ അതിൽ വരുന്ന ലാഭം ഈ നിക്ഷേപിച്ച ആളുകൾക്ക് വീതിച്ചു കൊടുക്കാനും എന്നുള്ള രൂപത്തിലാണ്. ആ നിലക്ക് കണക്കാക്കാം. പക്ഷെ കണക്ക് കൃത്യമായി അദ്ദേഹം നോട്ട് ചെയ്യണം. അതായത് ഒരു കണ്ടെയ്നർ സാധനങ്ങൾ വാങ്ങാൻ ഇദ്ദേഹം ഇത്ര തുക ഓരോരുത്തരുടെ കയ്യിൽ നിന്നായി വാങ്ങിച്ചു. ആ കണ്ടെയ്നർ വിറ്റപ്പോൾ അതിൽ നിന്ന് ഇത്രയാണ് ഏകദേശം ലാഭം വന്നത്. എന്ത് ചെയ്യുന്നു? ആ മുതല് ആദ്യം തിരിച്ചു നൽകിയ ശേഷം ബാക്കിയുള്ളതിനാണ് നമ്മൾ ലാഭം എന്ന് പറയാം. അപ്പൊ ലാഭം ഉണ്ടെങ്കിൽ ആ ലാഭം ഇവർക്ക് വീതിച്ചു നൽകും. ഇവിടെ ഉള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ കരാറ് നിഷിദ്ധാക എപ്പോഴാണെന്ന് വെച്ചാൽ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും മുതൽ ഞാൻ തിരിച്ചു തരാമെന്ന് പറയുമ്പോഴാണ്. നേരെ മറിച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് ആ ലാഭം നിങ്ങൾ എടുക്കുമ്പോൾ അത് ഹലാലാവണമെങ്കിൽ അതിൻ്റെ നഷ്ടസാധ്യതകളെ കുറിച്ചും ഇതിന് വല്ല നഷ്ടം ഉണ്ടാവുമോ, നഷ്ടം വരികയാണെങ്കിൽ എങ്ങനെയൊക്കെ വരാം, സാധ്യതകൾ എന്തൊക്കെ എന്നുള്ളത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അങ്ങനെ നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് സഹിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരായിരിക്കും. നമ്മുടെ നാട്ടിലുള്ള മറ്റൊരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഈ രൂപത്തിൽ പല നിലക്കും നിക്ഷേപങ്ങൾ കൊടുക്കാൻ നമ്മൾ തയ്യാറാകും. നഷ്ടം വന്നു കഴിഞ്ഞാൽ ആ നഷ്ടം ഞാൻ അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഞാൻ നിക്ഷേപിച്ച മുഴുവൻ തുകയും തിരിച്ചു തരണം എന്ന് പറയുന്ന രൂപത്തിലുള്ളൊരു സാഹചര്യം സാഹചര്യം കാണാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കണം. നേരെ മറിച്ച് ഇതിൽ ലാഭം ഉണ്ടെങ്കിൽ ലാഭം ഉണ്ടാവും. ഇദ്ദേഹത്തിന് ടോട്ടൽ കച്ചവടത്തിലേക്ക് നിങ്ങളെ പാർട്ട്ണർ ആക്കല്ല, കുറച്ച് സാധനങ്ങൾ വാങ്ങണം. ആ വാങ്ങിക്കുന്നതിലേക്ക് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുന്നു, സാധനം വാങ്ങിക്കുന്നു, വിൽക്കുന്നു. ഈ വാങ്ങിച്ച സാധനത്തിന്റെ മുടക്കുമുതൽ എത്ര എന്നുള്ളതും വിറ്റത് എത്ര എന്നുള്ളതും അതിലെ ലാഭവും കണക്കാക്കുന്നു. ഈ മുതൽ മുടക്കിയവർക്ക് ആ മുതൽ തിരിച്ചു കൊടുക്കുന്നു. ലാഭം എത്രയാണുള്ളത് അത് തിരിച്ചു കൊടുക്കുന്നു. ഇവിടെ നഷ്ടമാണെങ്കിൽ അവർക്ക് മുടക്കുമുതലിൽ ആ നഷ്ടം കഴിഞ്ഞ ശേഷം ബാക്കിയുള്ളത് അവർക്ക് ലഭിക്കുകയുള്ളൂ. ഇതാണ് അതിന്റെ ശറഈയായ രീതി.